ഈ റിലീസ് ചെയ്ത് എഗ്രിമെന്റ് വെച്ച് വർക്ക് നടത്താൻ ആവശ്യമായ ഒരു ഇടപെടൽ ഉണ്ടാകണമെന്ന് കഴിഞ്ഞ തവണ ഞാൻ യോഗത്തിൽ പറഞ്ഞതാണ്. സാർ അതിൽ ഫണ്ട് റിലീസ് ചെയ്തത് നമ്മുടെ കെയർ ഓഫ് ചെയ്ത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് കൊടുത്തു കഴിഞ്ഞു. മാസങ്ങളായി കൊടുത്തിട്ട് കൊടുത്തില്ല. അത് അവിടുന്നാണ് റിലീസ് ചെയ്യുന്നത് സാർ. അത് കളക്ടർ ഡയറക്ടർ ആയിട്ടുള്ളതാണ്. അവരാണ് ഫണ്ട് കൊടുക്കുന്നത്. അക്വസേഷൻ്റെ ഫണ്ട് കൊടുക്കുന്ന അമൗണ്ട് നമുക്ക് തന്നു. ആ അമൗണ്ട് അവർക്ക് പൈസ അടച്ചു കൊടുത്തു, റവന്യൂ ഹെഡിലേക്ക് കൊടുത്തു. റവന്യൂ ഹെഡ് തന്നെ റിലീസ് ചെയ്യേണ്ടത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിലിപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പൈസ അടക്കം നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞു. കിഫ്ബി ഫണ്ട് വന്ന് നമ്മൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഹെഡിലേക്ക് 35 crores കൊടുത്തു. കിഫ്ബിയുടെ ഫണ്ട് സാർ ഫണ്ടൊക്കെ വന്നു, റവന്യൂക്ക് കൊടുത്തു കഴിഞ്ഞു. ഇനി അവിടുന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് മാത്രം റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ടതാണ്. ആണ് കൊടുക്കുന്നത്. വാല്യൂഷൻ റിപ്പോർട്ട്, ബാക്കി ട്രീഡ് റിപ്പോർട്ടൊക്കെ അവർ അതാത് ഡിപ്പാർട്ട്മെന്റിന് വാങ്ങിക്കൊടുക്കുന്നതാണ്. അങ്ങനെയാണ് ടോട്ടൽ ഫണ്ട് ഫൈനലൈസ് ചെയ്തത്. ആ ഫണ്ട് പ്രകാരമാണ് ഇവർ തന്ന റിപ്പോർട്ട് പ്രകാരം കണ്ടോ തടയന്റെ മുമ്പിൽ ഒരു സീബ്രല്ലേ ആടെ മിക്കവാറും ദിവസങ്ങളിൽ കഴിയാനുള്ളതാണ്. അതിലൊരു കാര്യം കൂടി ഞാൻ പറയാം. അപ്പോ അതിൽ ഇവരൊരു കൊറിയിട്ടിട്ട് ഒരു വിശദീകരണത്തിന് വേണ്ടി ചോദിച്ചിട്ടുണ്ട്. പൂർണ്ണമായി കെട്ടിടം പൊളിക്കുമ്പോൾ നൽകുന്ന കോമ്പൻസേഷൻ കെട്ടിടം ഭാഗികമായി മാത്രം പൊളിക്കപ്പെടുമ്പോൾ അതിന് കൊടുക്കാൻ സാധിക്കുമോ എന്നതാണ് ഇവരെ ഇപ്പോഴത്തെ സംശയം. ഉദ്യോഗസ്ഥന്മാരുടെ സംശയം ഇപ്പം അതാണ്. അതിനൊരു വ്യക്തത വേണമെന്നാണ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ടാണ് കോമ്പൻസേഷൻ കൊടുക്കാൻ വൈകുന്നതെന്നാണ് അവരെന്നോട് പറഞ്ഞ കാര്യം. അത് നമ്മൾ കോമ്പൻസേഷന് വേണ്ടി